സുഹൃത്തുക്കളെ, ഇത് രാജു, ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. ഈ അവസ്ഥ കണ്ടില്ല നിങ്ങൾ? അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതാണ്, ഒപ്പം ഹൃദയാഘാതവും വന്നു. 48 വയസ്സേ ഉള്ളൂ. കുവൈത്തിൽ വെച്ചാണ് സംഭവിച്ചത്. നിങ്ങൾ ഈ വീഡിയോ തട്ടി മാറ്റരുത് കേട്ടോ. നമ്മുടെ കോട്ടക്കലിൽ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ വലിയ സജീവമായിരുന്നിരുന്ന ആളാണ്. പ്രവാസ ലോകത്ത് ചെറിയൊരു ജോലിയുമായിട്ട് സന്തോഷത്തോടെ പോവുമായിരുന്നു. അതിനിടയിലാണ് നിർഭാഗ്യവശാൽ പെട്ടെന്ന് സ്ട്രോക്ക് വന്നത്. ഈ വീഡിയോ ചിത്രം കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ സങ്കടത്തിലാട്ടോ. 4 മാസത്തോളം കുവൈത്തിലെ ഹോസ്പിറ്റലിലായിരുന്നു. വലിയ ചിലവ്, പൈസ, വലിയ തുകയാണ് വന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ വാറും ബാക്കി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ബോസ്കോ ജ്വല്ലറി, ആ ജ്വല്ലറിയിലെ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു. അതിൻ്റെ ഉടമയുടെ നല്ല മനസ്സുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം ചിലവാക്കി. ഒപ്പം കുവൈത്ത് KMCCയും അവിടുന്ന് ചിലവാക്കി. പക്ഷേ ചികിത്സ എന്താ പറയുക, നാട്ടിലേക്ക് എത്തിച്ചു ഇവരൊക്കെ കൂടെ. ഇപ്പോൾ വെല്ലൂർ CMCയിലാണുള്ളത്. ഞങ്ങളുടെ രാജേഷ് എന്ന രാജുവിൻ്റെ അവസ്ഥ വളരെയധികം പ്രയാസത്തിലാണ്. വാടക വീട്ടിലാട്ടോ താമസിക്കണത്. ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഒന്നുമില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം. പണക്കാട് മുനവർ തങ്ങൾ, കൊട്ടക്കൽ ചെയർമാൻ KK നാസറും ഞങ്ങളൊക്കെ കൂടെ ഒരു വീഡിയോ ചെയ്തു. സഹായ അഭ്യർത്ഥന, നല്ലൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. രാജു ചികിത്സാ സഹായ സമിതിയൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് സഹായിക്കുമോ? ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുമോ? രാജു ഇപ്പോൾ വെല്ലൂരിൽ നല്ല ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. 1 വർഷത്തോളം അവിടെ ചികിത്സിക്കണം. ലക്ഷക്കണക്കിന് രൂപയാണ് അവിടുത്തെ ചിലവ് എന്ന് പറഞ്ഞത്. 1 വർഷം ചികിത്സിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടുന്ന് പറഞ്ഞത് 25 ലക്ഷത്തിന് മുകളിൽ ചിലവ് വരും അത്രേ. ഒന്നുമില്ല. ഇനി നമ്മൾ നാട്ടുകാർ, ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. നിങ്ങൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക. പറ്റുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ QR കോഡും അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുക. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഉള്ള പൈസ തന്നാൽ മതി. ആർക്ക് എന്താ വരിക എന്നുള്ളത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റുമല്ലോ. വളരെ സന്തോഷത്തോട് പോകുന്നൊരു വ്യക്തിയായിരുന്നു രാജു. ഭയങ്കര സങ്കടമുണ്ട് പറയുമ്പോൾ. കോട്ടക്കൽ ടൗണിൽ പാറയിൽ സ്ട്രീറ്റിൽ വാടക വീട്ടിലാണ് താമസം. 2 മക്കളാണുള്ളത്, ആരുമില്ല. ഇനി നമ്മളാണുള്ളത്. രാജുവിൻ്റെ ആ മകളുടെ സംസാരങ്ങളൊന്ന് കേൾക്കണം. ഞങ്ങളോടിങ്ങനെ കാണുമ്പോൾ തന്നെ വലിയ വിഷമമുണ്ട് കേട്ടോ. അവൾ സംസാരിക്കുന്നു, ഭാര്യ വെല്ലൂർ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കുന്നതും ഞാനിതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി തങ്ങളും ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ തട്ടി മാറ്റരുത്, അഭ്യർത്ഥിക്കുകയാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുമോ പ്ലീസ്? നമ്മളുടെ കയ്യിലാണെങ്കിൽ ഒരു ഭൂമിയോ സ്വർണ്ണമോ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ സ്വന്തമായിട്ട് ആകെ വീടിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് തന്നെ അച്ഛനാണ്. തുടർന്നുള്ള ചികിത്സയ്ക്കും വേണ്ടി സഹായിക്കണം. വെല്ലൂരിലെ CMC ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഭർത്താവ് 4 മാസമായി കുവൈത്തിൽ സ്ട്രോക്ക് വന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ എല്ലാവരും സഹായിച്ചിട്ടാണ് നാട്ടിലെത്തിയത്. ഞങ്ങൾ ആഗസ്റ്റ് 17-ാം തീയതിയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. MRIയും CT സ്കാനും അതൊക്കെ എടുക്കും. MRIയിലൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചികിത്സിക്കാൻ നല്ലൊരു പൈസ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും 1 വർഷമെങ്കിലും ഇവിടെ കിടക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ല. 2 പെൺകുട്ടികളാണ് ഉള്ളത്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഈ രാജു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ അവരുടെ വൈഫ്, അവരുടെ പെങ്ങന്മാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇവരാണെങ്കിൽ വാടക വീട്, അതേപോലെ തന്നെ ഇപ്പോൾ വലിയൊരു കമ്മിറ്റിയും കോട്ടകളിലെ ആ ഭാഗത്തുള്ള എല്ലാവരും അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. രാജേഷിൻ്റെ ജ്യേഷ്ഠനുണ്ട്, പെങ്ങന്മാരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഒന്ന് ഏറ്റെടുക്കണം. അപ്പോൾ ഇസ്ലാം മാഷ് പറഞ്ഞ പോലെ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് രാജുവിൻ്റെ കുടുംബത്തിൻ്റേത്. അപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ വാടക വീട്ടിലാണ്. അവരുടെ മകളും അവരുടെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ, അവരെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെയുണ്ട്. ഇവിടെ KK നാസറുണ്ട്. അതുപോലെ മറ്റുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ കൂടി ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ വലിയ ശ്രമം ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ കൂടെ നിന്ന് അവരെ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന്, അതുപോലെ ഇവരുടെ ഈ ഒരു പ്രയാസം തീർക്കുന്നതിനൊക്കെ നമുക്കും ഒരു സാമൂഹികപരമായ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. താങ്കളും ഫൈസലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. താങ്കൾ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് കൂട്ടിച്ചേർത്താൻ ഒന്നുമില്ല.
തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ ഭീമമായ സംഖ്യ വേണം. ഇതൊക്കെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയെങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല. അപ്പോൾ നാട്ടുകാരുടെ കയ്യിലാണ് ഈ കുടുംബത്തിൻ്റെ ഇത് കിടക്കുന്നത്. എല്ലാ സഹായങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരോടും ഇവരെ ജീവൻ തിരിച്ചു എടുത്ത് ഇവരെ നാട്ടിലെത്തിച്ച് ഈ കുടുംബത്തോടൊപ്പം ചേർത്തുന്നതിനും ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, രാജു ചികിത്സാ സഹായ സമിതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ഗഫൂർ ഇല്ലിക്കോട്ടിൽ, പിന്നെ കൺവീനർ മുസ്തഫ വടക്കേതിൽ. വീഡിയോ കാണുന്നവർ നിങ്ങളെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കണം.